കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതു മുന്നണിയും അധികാരം തിരിച്ചുപിടിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന UDFും തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ അഴിച്ചുപണികൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുങ്ങുന്നത്. KPCC നേതൃത്വത്തിൽ ഒരു തലമുറ മാറ്റം ആസാന്നമായിരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങളിൽ കുടുങ്ങി അറസ്റ്റിലാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടുമെന്ന സൂചനകൾ ശക്തമാണ്. ഒരു വ്യക്തിക്ക് ഒരേ സമയം അധ്യക്ഷ പദവിയും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല എന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് പുതിയൊരു നേതാവിനെ തേടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഴുവൻ സമയവും നീക്കിവെക്കാൻ കഴിയുന്ന ഊർജ്ജസ്വലനായ ഒരു നേതാവ് വേണമെന്ന AICCയുടെ താല്പര്യമാണ് വടകര MP ഷാഫി പറമ്പിലിന്റെ പേര് മുൻനിരയിലേക്ക് എത്തിച്ചതും. പാലക്കാട് നിയമസഭാ സീറ്റിലേക്ക് മടങ്ങാൻ ഷാഫി പറമ്പിൽ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും ജനപ്രീതിയും കണക്കിലെടുത്ത് KPCCയുടെ പൂർണ്ണ ചുമതല നൽകി അദ്ദേഹത്തെ നിയമസഭാ പോരാട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആലോചിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വരവ് യുവാക്കൾക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. എന്നാൽ ഷാഫി പറമ്പിലിന്റെ പേര് ഉയർന്നു വന്നത് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. MM ഹസൻ, KC ജോസഫ് തുടങ്ങിയ പരിചയസമ്പന്നരായ നേതാക്കൾ നിലനിൽക്കുമ്പോഴാണ് താരതമ്യേന ജൂനിയറായ ഷാഫിക്ക് പാർട്ടിയുടെ കടിഞ്ഞാൺ നൽകുന്നതിലെ അസ്വാഭാവികത ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനാൽ ഷാഫിയെ പദവിയിൽ എത്തിക്കുന്നത് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിക്കുമെന്ന് മുതിർന്നവർ ഭയപ്പെടുന്നു. നവംബറിൽ രൂപീകരിച്ച 17-അംഗ AICC കോർ കമ്മിറ്റി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാനിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും അദ്ദേഹത്തിന്റെ നിഴലായി പ്രവർത്തിക്കുന്ന നേതാവുമാണ് രാഹുൽ. ഷാഫി KPCC അധ്യക്ഷനാകുന്നതോടെ രാഹുലിനും പാർട്ടിയിൽ വലിയ പദവികൾ ലഭിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കെ ഉണ്ടായ ഈ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന ആരോപണവും ശക്തമാണ്. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്നും പുലർച്ചെ 12:30ഓടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹോട്ടലിലെ 2002 നമ്പർ മുറി വളഞ്ഞ പോലീസ് സംഘത്തിന് മുന്നിൽ വാതിൽ തുറക്കാൻ രാഹുൽ ആദ്യം തയ്യാറായില്ല. ഒടുവിൽ നിയമ നടപടികൾ വിശദീകരിച്ച ശേഷമാണ് അദ്ദേഹം കീഴടങ്ങിയത്. മൂന്നാമതൊരു യുവതി നൽകിയ അതീവ ഗുരുതരമായ പരാതിയാണ് ഈ അറസ്റ്റിന് ആധാരം. യുവതിയുടെ പരാതിയിലെ പോയിന്റുകൾ നിരവധിയാണ്. വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു. ബന്ധമുറപ്പിക്കാൻ കുഞ്ഞു വേണമെന്ന് ആദ്യം നിർബന്ധിച്ച രാഹുൽ യുവതി ഗർഭിണിയായപ്പോൾ നിലപാട് മാറ്റുകയും അശാസ്ത്രീയമായ രീതിയിൽ ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പരാതിയുമായി മുന്നോട്ട് പോയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തനിക്ക് സമയമില്ലെന്നും ബാക്കി കാര്യങ്ങൾ സുഹൃത്ത് ഫെനി നൈനാനോട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതായും യുവതി മൊഴി നൽകി. SIT മേധാവി G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. രാഹുലിന്റെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. മുൻ കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും ഈ കേസിൽ ഗൗരവം കണക്കിലെടുത്ത് അറസ്റ്റ് അനിവാര്യമാണെന്നാണ് പോലീസിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോൺഗ്രസിനുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിന്റെ വളർച്ചയിൽ അസൂയുള്ള പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെയാണ് ഈ അറസ്റ്റിന് പിന്നിലെന്ന ഒരു വിഭാഗം ആരോപിക്കുന്നു. ഷാഫി അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുൻപുള്ള ഈ നീക്കം ബോധപൂർവമാണെന്നും ഇതിലൂടെ ഷാഫിയെ പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ വിശ്വസിക്കുന്നു. മറുവശത്ത് ഇത് വ്യക്തിപരമായ കുറ്റകൃത്യമാണെന്നും പാർട്ടിയുമായി ഇതിന് ബന്ധമില്ലെന്നും വരുത്തി തീർക്കാനാണ് എതിർ വിഭാഗത്തിന്റെ ശ്രമം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുവജന നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് UDFിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. LDFും BJPയും ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. രാഹുലിന്റെ അറസ്റ്റ് യുവജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുണ്ടായിരുന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ നേതൃത്വത്തെ അലട്ടുന്ന പ്രധാന ചോദ്യം. ഷാഫി പറമ്പിലിന്റെ അധ്യക്ഷ പദവിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമ പോരാട്ടവും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഗതി മാറ്റാൻ പോകുന്ന ഘടകങ്ങളാണ്. രാഹുലിനെ റിമാൻഡ് ചെയ്യുന്നതോടെ KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കി മുന്നോട്ട് പോകുമോ അതോ വിവാദങ്ങൾ പയ്യുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളെ വീണ്ടും ചുമതല ഏൽപ്പിക്കുമോ എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവരാനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾക്ക് ഈ സംഭവം കടുത്ത തിരിച്ചടിയാണ്. ഷാഫിയുടെ അതിവിശ്വസ്തനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഇത്തരമൊരു കേസിൽ കുടുങ്ങിയത് ഷാഫി വിരുദ്ധ ചേരിക്ക് വലിയ ആയുധമായി മാറി.
സ്വന്തം വിശ്വസ്തരുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണമില്ലാത്തവർ എങ്ങനെ പാർട്ടിയെ നയിക്കുമെന്ന ചോദ്യം മുതിർന്ന നേതാക്കൾ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇത് ഷാഫിയുടെ സ്ഥാനാരോഹണത്തെ വൈകിപ്പിക്കാനോ തടയാനോ കാരണമായേക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സ്ത്രീ സുരക്ഷയും ധാർമ്മികതയും പ്രധാന ചർച്ചാ വിഷയമാക്കാനിരിക്കുന്ന UDF-നും ഈ കേസ് വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നു. LDF-ഉം BJP-യും ഈ വിഷയം താഴെത്തട്ടിൽ വളരെ പ്രചാരണ ആയുധമാക്കും. പ്രത്യേകിച്ചും അതിജീവിതം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ സ്വഭാവം സ്ത്രീ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ചിലരുടെ ചരടുവലികൾ ഉണ്ടെന്ന സംശയം ഷാഫി അനുകൂലികൾക്കിടയിൽ ശക്തമാണ്. ഇത് പാർട്ടിക്കുള്ളിൽ പുതിയൊരു ചേരിതിരിവിനും ആഭ്യന്തര കലഹത്തിനും വഴിമരുന്നിട്ടിട്ടുമുണ്ട്. പദവികൾക്കായി സ്വന്തം നേതാക്കളെ തന്നെ കുടുക്കുന്നു എന്ന തോന്നൽ അണികൾക്കിടയിൽ നിരാശയുണ്ടാക്കും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ പിന്നോട്ടടിപ്പിക്കും. സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന രാഹുലിന്റെ അറസ്റ്റ് അണികളുടെ ആത്മവീര്യം തകർക്കാൻ സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ വെറുമൊരു ക്രിമിനൽ കേസ് എന്നതിലുപരി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും നേതൃത്വപരമായ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ബോംബായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ വില നൽകേണ്ടി വരും.